ഹലോ മിന്നു 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 കൂട്ടുകാരെ കൂട്ടുകാർ മിണ്ടുന്നില്ല. അപ്പൊ എല്ലാ കൂട്ടുകാരും റെഡിയാണ്. കൂട്ടുകാരെന്ന് വിളിക്കുന്നത് എന്താന്ന് റെഡിയാക്കണേ കൂട്ടുകാരെ. കൂട്ടുകാർ മിണ്ടണില്ല. അപ്പൊ കൂട്ടുകാരെ വിളിക്കുമ്പോ നമ്മളെ വിളിയാക്കണേ. മിന്നു കൂട്ടുകാരെ കൈയെടുത്തേ. എല്ലാ കൂട്ടുകാർക്കും ഇവിടുത്തെ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും ടീച്ചേഴ്സിനും കായംകുളം താലൂക്ക് ആശുപത്രിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാട് ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട്, ആശാ വർക്കർമാരുണ്ട്, ഹെൽത്ത് ഓഫീസേഴ്സ് ഉണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും നന്ദി അറിയിച്ചുകൊള്ളുന്ന കാര്യത്തിലേക്ക് കിടന്നാലോ. കൂട്ടുകാരൊക്കെ നോക്കിയിരിക്കണോ? എങ്ങനെയാ കൂട്ടുകാരിരിക്കണത്? അങ്ങനെ ഇരിക്കണത് എല്ലാ കൂട്ടുകാരും എങ്ങനെയാണോ? ചില കൂട്ടുകാരല്ലേ, ചില കൂട്ടുകാർ എങ്ങനെ ഇരിക്കണത്? ഓ അങ്ങനെ ഇരിക്കണത്. അപ്പൊ കൂട്ടുകാരെ നമ്മളൊന്ന് വിളിച്ചാലോ? നാണിക്കേണ്ട കാര്യം എന്താ? ടീച്ചേഴ്സൊക്കെ നോക്കണം. അത് ടീച്ചർമാർ നോക്കുമ്പോൾ നാണിക്കേണ്ട കാര്യം കേട്ടോ. ഓ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല, നല്ല ടീച്ചർമാരല്ലേ. ടീച്ചറൊക്കെ ചിരിക്കാന്ന് തോന്നല്ലേ? ഇടയ്ക്കിടയ്ക്ക് കൈയടിച്ചേ. ആ പറ കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമാണോ? പാട്ട് പാടിയാലോ? ബൗ ബൗ പട്ടിക്കുട്ടി, മ്യാവൂ മ്യാവൂ പൂച്ചക്കുട്ടി. കൂട്ടുകാർക്ക് ഒരു കാര്യമുണ്ട് മിന്നു. മ്യാവൂ മ്യാവൂ പൂച്ചക്കുട്ടിയെ, ബൗ ബൗ പട്ടക്കുട്ടിയെ ഇല്ലേ? പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയൊക്കെ ലാളിക്കുന്ന കൂട്ടുകാരില്ലേ? ഉള്ള കൂട്ടുകാരൊന്ന് കൈവഹിക്കേ. എല്ലാവരും കൈതാത്തിക്കേ. കൂട്ടുകാർ ശ്രദ്ധിക്കണം. പട്ടിക്കുട്ടിയെ ലാളിക്കുന്നത് നല്ലതാണോ? നല്ലതാണോ? പൂച്ചക്കുട്ടിയെ ലാളിക്കുന്നത് നല്ലതാണോ? അപ്പൊ പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ ലാളിക്കുമ്പോൾ അവര് അറിഞ്ഞും അറിയാതെയോ പട്ടി, പൂച്ച, വന്യമൃഗങ്ങൾ എന്നിവ നമ്മളെ കടിച്ചാൽ, നമ്മുടെ മുറിവുകളിൽ പട്ടിയോ പൂച്ചയോ നക്കിയാൽ അവയുടെ ഉമനീരുകൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ മുറിവുകളിലോ കണ്ണിലോ തെറിച്ചാൽ പേവിഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പട്ടി കടിച്ചാൽ, പൂച്ച മാന്തിയാൽ, വന്യമൃഗങ്ങൾ കടിച്ചാൽ നമ്മുടെ മുറിവുകളിൽ നമ്മുടെ കണ്ണിലോ അവിടെ ഉമിനീരിൽ അവയെ നക്കുകയോ ഒക്കെ ചെയ്താൽ പേവിഷയ്ക്ക് കാരണമാകും. ഏറ്റവും ഭയാനകവും ദുരന്തവും വേദനാജനകവുമാണ് പേവിഷബാധ. അതുകൊണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യണം? അമിതമായ ലാളനോട് എന്തു പറയണം? എന്തു പറയണം? എന്തു പറയണം? ചിലപ്പോ ഒരു കാര്യമുണ്ട്. കൂട്ടുകാർ ചെറിയ മാന്തലൊക്കെ പൂച്ച മാന്തിയ, ചെറിയ കടി കടിച്ച, ചെറിയ മാന്തല് വന്ന ആരോട് പറയില്ല? വീട്ടിൽ പറയില്ല. അങ്ങനെ വീട്ടിൽ പറയാതിരിക്കുമ്പോ എന്ത് പറ്റും? നമുക്ക് പേവിഷബാധ ഉണ്ടാവും. അപ്പൊ ഇനി എങ്ങനെ എന്ത് ചെയ്യണം? അഥവാ മാന്തലുണ്ടായാൽ, അഥവാ അങ്ങനെ കടി ഉണ്ടായാൽ 15 മിനിറ്റ് നേരം കൂട്ടുകാര് ആ മുറിവ് ശരിക്കും കഴുകണം. ശരിക്കും കഴുകണ്ടേ? സോപ്പിട്ട് ശരിക്കും കഴുകി, വൃത്തിയായി കഴുകി, വെള്ളത്തിൽ മുക്കി വെച്ച് ശരിക്കും കഴുകിയിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. വേണ്ടേ? എന്നിട്ട് ഡോക്ടർ പറയുന്ന മുഴുവൻ ഡോസും ഡോക്ടർ പറയുന്ന കാലാവധിക്ക് അനുയോജ്യമായി പൂർത്തീകരിക്കണം. വേണ്ടേ? വേണ്ടേ? വേണ്ടേ?
ശ്രദ്ധിക്കണം കൂട്ടുകാരെ, എന്തൊക്കെ ശ്രദ്ധിക്കണം? മരുന്ന് കഴിക്കണം, മുറിവുകൾ വൃത്തിയാക്കണം, നന്നായി ശ്രദ്ധിക്കണം. വേണ്ടേ വേണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരം ഭംഗിയായി സൂക്ഷിക്കാൻ പറ്റും, ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വളർത്തു മൃഗങ്ങളെ ലാളിക്കുന്നത് വേണ്ടാന്ന്. നമ്മൾ റോട്ടിലൂടെ പോകുമ്പോ തെരുവ് കൊട്ടിയെ കണ്ടാ നമ്മൾ കല്ലെറിച്ചെറിയില്ലേ? അങ്ങനെ എറിയുന്ന കൂട്ടുകാരെ കൈ വയ്ക്കേ. ഇത്രയും കൂട്ടുകാരെ കല്ല് വെച്ചെറിയോ? അപ്പൊ ഇനി ആ കല്ല് വെച്ചെറിയുമ്പോ എന്ത് പറ്റും? പട്ടി പിടിച്ച് കടിക്കൂലേ? പട്ടി കടിക്കൂലേ? കല്ല് വെച്ചെറിയാൻ പട്ടി കടിക്കൂലേ? അപ്പൊ ഇനി അങ്ങനെ കല്ല് വെച്ചെറിയാൻ നമ്മൾ ചെയ്യോ? കല്ല് വെച്ചെറിയോ? പട്ടി പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് ഒന്നും പെരുമാറരുത്. അതിന് ഭക്ഷണം കൊടുക്കുന്ന ഭക്ഷണപാത്രം പെട്ടെന്ന് വലിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കടിക്കാൻ ശ്രമിക്കും. അതിന് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ ആഞ്ഞ് ശ്രമിക്കുമ്പോൾ അത് കൊടുക്കാതിരിക്കുമ്പോൾ പരിക്രമിക്കാൻ ശ്രമിക്കും. പൂച്ചയെ നമ്മൾ കൂടുതൽ ലാളിച്ച് ശല്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മളെ ആക്രമിക്കും. ഇതൊക്കെ പൂച്ച കടിക്കാനും പട്ടി മാന്താനും. പട്ടി മാന്തുവാണോ ചെയ്യണേ? പട്ടി മാന്തുവാണോ കടിക്കുകയാണോ ചെയ്യണേ? പട്ടി മാന്തുവാണോ കടിക്കുകയാണ് ചെയ്യണേ? അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴെല്ലാം വിഷബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എന്ത് പറ്റണം? വാക്സിൻ കഴിക്കണ്ടേ? വാക്സിൻ കഴിക്കുക, കുത്തിവെക്കുകയാണോ ചെയ്യണേ? വാക്സിൻ എടുക്കുകയാണോ ചെയ്യണേ? അപ്പൊ കൂട്ടുകാരൊന്നും കൂടി ശ്രദ്ധിച്ചേ. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മുടെ ശരീരത്തിൽ മുറിവുകളിൽ, നമ്മുടെ ശരീരത്തിലെ മുറിവുകളിൽ ഈ മൃഗങ്ങൾ നക്കിയാൽ, അവരുടെ ഉമിനീര് വീണാൽ പേവിഷം ഉണ്ടാവാനുള്ള കാരണമുണ്ട്, ഇല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളെ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ചെറിയ മുറിവുകൾ നിങ്ങൾക്കുണ്ടായാൽ അല്ല വേറാന്നുള്ളത് എത്ര പഠിക്കുന്നേ? 4 നീ എത്ര പഠിക്കുന്നേ? +3 ആണ്. വേണ്ട, +1 ഉള്ളൂ. +3 ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടല്ലോ. മിന്നു, എന്താ ശ്രദ്ധിക്കേണ്ടത്? നന്നായി ജീവിക്കണം. എങ്ങനെ നന്നായി ജീവിക്കണം? പേവിഷം ഉണ്ടാവാതെ നോക്കണം, അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അമിതമായിട്ട് ഒരു മൃഗങ്ങളെ ലാളിക്കരുത്. പട്ടി, പൂച്ച എന്നീ മൃഗങ്ങളോട് പരമാവധി അകലം പാലിക്കണ്ടേ? തെരുവ് പട്ടിയെ കല്ലെറിയോ? കല്ലെറിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കടിച്ചാ പിന്നെ എന്ത് ചെയ്യും? വേദന ഉണ്ടായോ എന്ത് ചെയ്യും? പേവിഷ വരൂല്ലേ? ഇപ്പൊ പേവിഷ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ പട്ടി കടിക്കുമ്പോൾ അല്ലെങ്കിൽ പട്ടി മാന്തുമ്പോൾ നമ്മൾ ഓടും, അല്ലേ? ഓടുമ്പോ പട്ടി മാന്തി വിവരം വീട്ടിലേക്കുള്ളത് ആരോടും പറയില്ല. പറയൂ നമ്മൾ വീണ കാര്യം മാത്രമല്ലേ പറയുള്ളൂ, ആ മുറിവ് മാത്രമല്ലേ കാണിക്കുള്ളൂ. അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കാതിരിക്കും. പിന്നീട് പനി വരും, അസുഖം വരും, ക്രൂരമായ അവസ്ഥയിലേക്ക് എത്തും. നമുക്ക് പേവിഷബാധ ഉണ്ടാകും. ഫലപ്രദമായ ചികിത്സ മരുന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകൾ മാത്രമാണെന്ന് വാക്സിൻ നമുക്ക് നിലവിലുള്ളൂ. അതുകൊണ്ട് പട്ടി കടിക്കുകയോ മാന്തിയോ അങ്ങനത്തെ ഏതെങ്കിലും അവസ്ഥ കണ്ടാൽ മുറിവുകൾ ശക്തമായി 15 മിനിറ്റോളം കഴുകി വൃത്തിയാക്കി ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കണ്ടേ? അപ്പൊ നമ്മൾ എന്താണ്? സൂക്ഷിച്ചാൽ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. എന്താണ് വേണ്ടത്? അതുകൊണ്ട് എല്ലാവരും ശക്തമായി സൂക്ഷിക്കണം. പേവിഷബാധ, ലോക പേവിഷ ദിനം എന്താണെന്നറിയാമോ? സെപ്റ്റംബർ 28ആണോ? 28ആണോ? 28 അല്ലെങ്കിൽ പിന്നെ 29 അല്ലേ? 28 എന്നാണ്. സെപ്റ്റംബർ 28 ലോക പേവിഷ ദിനമാണ്. എല്ലാവരും സൂക്ഷിക്കുക, കരുതിയിരിക്കുക, വന്യമൃഗങ്ങളോട് അകലം പാലിക്കുക, പട്ടി പൂച്ച എന്ന മൃഗങ്ങളോട് അകലം പാലിക്കുക, അവയെ ലാളിക്കാതിരിക്കുക, അവർക്ക് സ്നേഹം മാത്രം കൊടുക്കുക. അമിത ലാളന ആപത്ത്. ഒന്ന് പറഞ്ഞേ, അമിത ലാളന. അവരെ കൈപിടിച്ച് അവരെയൊക്കെ കൈപിടിച്ച് കൊണ്ടുകൊടുക്കും നമ്മൾ. അപ്പൊ സമയം ഏതാണ്ട് തീരാറായി. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സൂക്ഷിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.
ബൗ ബൗ പട്ടിക്കുട്ടി, മ്യാവൂ മ്യാവൂ പൂച്ചക്കുട്ടി. അതെന്താണ്, ആടാണോ? ആട് കരയുന്നത് എങ്ങനെയാ? അങ്ങനെയാണ് ആട് കരയുന്നത്. അപ്പൊ ഒന്നിനും അതേ കുട്ടികളെ പേവിഷ ഏൽക്കാതെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുന്നു. എല്ലാം ഇവിടെ നോക്കിയേ. സാധാരണയായി പട്ടിയോ പൂച്ചയോ ഉറങ്ങുന്ന സമയത്ത് അവയെ തൊടുകയോ കളിപ്പിക്കാനോ ശ്രമിക്കരുത്. 2, വളർത്തുമൃഗങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളുമായി വിശ്രമിക്കുന്ന സമയത്ത് അവയെ മാന്താനായിട്ടും ചൊറിയാനായിട്ടും കളിപ്പിക്കാനും എടുക്കാനായിട്ട് പോകരുത്. 3, അവ കളിപ്പാട്ടങ്ങളൊക്കെ, നമ്മുടെയൊക്കെ വളർത്തുമൃഗങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ബോളൊക്കെ വെച്ച് തട്ടിക്കളിക്കും. അന്നേരം അതും എടുത്തുകൊണ്ട് ഓടാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. മറ്റൊന്ന്, അപരിചിതരായ ആളുകൾ, ഇപ്പോൾ എന്റെ വീട്ടിലെ പൂച്ച നിങ്ങൾക്ക് ഇഷ്ടമായാൽ ആ പൂച്ചയെ നിങ്ങൾ പിടിക്കാനായിട്ട് പോകരുത്. നിങ്ങളെ പരിചയമില്ലാത്തതിനാൽ അത് മാന്തുകയോ കടിക്കുകയോ ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ വഴിയിൽ വെച്ച് കാണുന്ന പട്ടികളെ കല്ലെടുത്ത് എറിയാനായിട്ട് ശ്രമിക്കും. ആ സമയത്ത് ആ പട്ടികൾ അതിന്റെ വാല് പുറകിലത്തെ കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ഭാവിക്കും. പക്ഷെ തിരിഞ്ഞു വന്ന് കടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 2, പൂച്ച, പട്ടി തുടങ്ങിയ മൃഗങ്ങൾ വീടുകളിൽ വളർത്തുന്നതാകട്ടെ തെരുവിലുള്ളതാകട്ടെ കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുറിവ് അല്ലെങ്കിൽ പോറൽ ഉണ്ടായാൽ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കുത്തിവയ്പ്പെടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി കൂട്ടുകാർ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ പട്ടിക്ക് ഉത്തരവാദിത്തപ്പെട്ട മൃഗാശുപത്രിയിൽ നിന്നും പേവിഷയ്ക്കുള്ളോ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവയ്പ്പെടുത്തുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെയുള്ള വീട്ടിലെ കുട്ടികൾ ഒത്തിരി അങ്ങനെയുള്ള പട്ടികളുള്ള വീട്ടിലല്ലേ? അവിടെയുള്ള പട്ടികൾ പോലും കടിച്ചാലും ഡോക്ടറെ കാണാനും പ്രതിരോധ വാക്സിൻ എടുക്കാനും കൂട്ടുകാർ ശ്രദ്ധിക്കണം. വേണ്ടേ? അപ്പൊ പ്രതിരോധ മരുന്ന് കുത്തിവെച്ച പട്ടികൾ പോലും കടിച്ചാൽ പോലും പേവിഷം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജില്ലാ മിഷൻ ആശുപത്രി, ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇവിടെ പേവിഷബാധയ്ക്കെതിരായിട്ട് ക്ലാസ് എടുക്കുവാനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ശ്രീമാൻ സാറ്, ഷാനവാസ് സാറ്, പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിൽ ക്ലാസ് എടുത്ത ശ്രീ സുനിൽ പട്ടിമറ്റം സാർ, എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായുമുള്ള നന്ദി.